മലയാളത്തിലൊരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സിനിമ വരുന്നുണ്ട്, അനന്തങ്കാട്. ഇന്ന് അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ്. നമുക്കിന്ന് അതിലേക്ക് പോവാം. വയലൻസ് ആണോ അതോ സൊസൈറ്റിയോടുള്ള അതിന്റെ മനോഭാവമാണോ, എന്താണ് അനന്തങ്കാട് പ്രശ്നം നൽകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വന്യത ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതൊരു ജംഗിളാണ് എപ്പോഴും, പക്ഷെ ഇഫ് യു സ്ക്രാച്ച് ദ സർഫസ് ദാറ്റ് ജംഗിൾ വിൽ എമർജ്. അപ്പൊ അതാണ് അനന്തങ്കാട്. അതുകൊണ്ടാണ് ഒരു നഗരത്തിന്റെ പുരാതനമായ ഒരു പേര് ഇതിനിട്ടിരിക്കുന്നത്. അതിനെയാണ് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ശരിക്കും ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു സിനിമ ഇപ്പൊ ഇറക്കുക എന്ന് പറയുന്നത് ഒരു സെൻസർ ബോർഡിന് കടപ്പ കടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ലേ ഇപ്പം. അപ്പം താങ്കളുടെ സിനിമകളിൽ നോക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പം ഇപ്പൊ ശരിക്കും പറയാ, നമ്മുടെ സെൻസർ ബോർഡിൽ ഇപ്പം പല നിയമങ്ങൾ മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ കല എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും ഒരു കലാകാരന് എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. ശരിക്കും അതൊക്കെ ഒരു മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഒരു സിനിമ ഇപ്പൊ ചിത്രീകരിക്കാൻ ഇത്രയും വലിയ ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ എത്രത്തോളം ടഫായിരുന്നു? ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഇത്രയും അങ്ങനെയുള്ള കാര്യങ്ങളൊരു ടഫ്നെസ് ഉണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഒരുപാട് സീക്വൻസുകൾ, ഇപ്പം കുറേ സീക്വൻസുകളുണ്ട്, കുറച്ച് വലിയ സീക്വൻസുകളുണ്ട്. അത് ഷൂട്ടിങ്ങിന്റെ ഇതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺസേൺസ് എപ്പോഴും അത് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ടെക്നീഷ്യൻ എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ടെൻഷൻ എടുത്താലും ഇതൊന്നും സ്ക്രീനിൽ വരില്ല. അപ്പോൾ അത് സ്ക്രീനിന്റെ മുന്നേ വരുന്ന ആളുകൾക്ക് ആക്ഷനായാലും കുറേ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ എപ്പോഴും ഒരു വലിയ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ സ്ട്രെയിനും ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ എങ്ങനെയാണ് ബെറ്റർ എന്ന കഥാപാത്രം എന്താ പറയുക, അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുന്ന വെച്ചാൽ ഈ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ മാത്രമാണ്. ഇതിപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ ഷെയ്ഡിലെ ക്യാരക്ടറിനെ ചെയ്തിനോന്ന് ചോദിച്ചാൽ മേ ബി ഒരു 20% 30% ഷെയ്ഡിലെ ക്യാരക്ടറാണ്. ബട്ട് ഈ ക്യാരക്ടറിലെ ഒരു ഇൻറ്റൻസിറ്റി, ഈ ക്യാരക്ടറിലൊരു അവൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, അവൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അവൻ്റെ ഒരു പെയിൻ, ആ പെയിൻ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ചെയ്ത തമിഴ് പടങ്ങളിൽ ഇതില്ല. സോ ആൻഡ് നാച്ചുറലി ഈ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഈ ക്യാരക്ടേഴ്സ് കൂടെ ഞാൻ വന്നു കഴിഞ്ഞ ശേഷം അവരുടെ ലൈഫ് എങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് മറ്റുള്ളവരെ സപ്രസ് ചെയ്യുന്ന ഒരു വില്ലനെ അടിച്ച് താത്തുന്നു, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇറ്റ്സ് ഒരു വേൾഡ്, ഒരു ആ ടൈമിൽ ഉണ്ടായ ട്രിവാൻഡ്രത്തിലുള്ള ഒരു വേൾഡാണ് മുരളി സാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. സോ ആ വേൾഡിലുള്ള ക്യാരക്ടേഴ്സ് ആൻഡ് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സോടെ ഇമോഷൻസ് ആണ് ഈ പടം. സോ വെരി എക്സൈറ്റിംഗ്. പനിശരത്ത് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇപ്പോഴും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇതിലെ സീൻസ് കാണുമ്പോഴും അതേപോലെ ഒരു അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണോ, അതായത് പാറ്റേൺ കീപ്പ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണോ? ഒരിക്കലല്ല. ജാക്സൺ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് ചെയ്ത കഥാപാത്രമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അങ്ങനൊരു ആവർത്തനം ഇതിൽ വരുന്നില്ല. ജാക്സൺ ഒരു പുതിയൊരു അനുഭവം തന്നെ ആയിരിക്കും. ഒക്കെ എങ്ങനെയോ വന്നു പതിക്കുന്നതാണ്. എനിക്ക് അതിൻ്റെ ഡയറക്ടറൊക്കെ വിളിക്കുമ്പോഴും മലയാളം വിട്ടു പോകാൻ തമിഴ് കൈകാര്യം ചെയ്യുന്നതിനൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നതാണ്. പക്ഷെ ഒരു മലയാളി ക്യാരക്ടറാണ്. അത് മലയാളിക്ക് വന്ന് പറയാൻ പറ്റുന്ന തമിഴ് മതി എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും ഒരു സ്നേഹവും സഹായവും കൊണ്ടൊക്കെയാണ് നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതെന്ന് കരുതുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമുണ്ട്. ഇതിലെ കഥാപാത്രം വളരെ ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, അതായത് ഇപ്പം ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള കഥാപാത്രമാണ്. വുമൺ ഇൻ സിനിമ നോർമൽ കരയാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പബ്ലിക് ഷോട്ട്സിനും മാത്രമല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമാണ് മലയാളം സിനിമയിൽ. ശരിക്കും ഇപ്പം ഈ കഥാപാത്രം കണ്ടു കഴിയുമ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു കഥാപാത്രമായി ഫീൽ ചെയ്തു. ശരിക്കും എത്രത്തോളം ഡെപ്ത് ഉണ്ട് ഈ കഥാപാത്രത്തിന്?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആസ് യു സേ, ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. വലിയ ഒരു ലേറ്റ് 80s 90s ഏർലി 90s സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആയത് കാരണം അപ്പോഴത്തെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സിലൂടെയാണ് കഥ പോകുന്നത്. പക്ഷേ സാധാരണക്കാരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്ക് തന്നെ ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റാണ് കാർത്തിയുടെ കഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരളിച്ചേട്ടൻ എഴുതുന്ന കഥാപാത്രങ്ങളിൽ പ്ലേ ചെയ്യാൻ എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവും. When the opportunity came to me, I jumped at it. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടറും സ്ക്രീൻ സ്പേസ് എത്രയാണെങ്കിലും എല്ലാ ക്യാരക്ടറിനും ഒരു ഫുൾ ലൈഫ് ഉണ്ടാവും മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിന്. അപ്പം കൃഷ്ണകുമാരേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ക്യാരക്ടർ എത്ര നേരം സ്ക്രീനിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ആ ക്യാരക്ടറിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആസ് എൻ ആക്ടർ അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്. അപ്പം നമ്മൾ അധികം നേരം സ്ക്രീൻ ടൈം ഇല്ലെങ്കിൽ പോലും ആ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു റൈറ്ററും ഡയറക്ടറും എൻ്റെ അടുത്ത് ഇടപഴകിയത്. ഒരു തമിഴ് ക്യാരക്ടർ അവരുടെ ലൈഫിൽ വരുന്ന അതിനു ശേഷം അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവരുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു പ്രോപ്പർ ആക്ഷൻ ഡ്രാമ ഒരു ഫിലിം. സോ ഐ തോട്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മലയാളത്തിൽ ഒരു ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പടം. എന്നെ പോലെ ഈവൻ അജിനേഷ് is getting launched in this film. So very happy brother, we both are getting launched. So because ഈ പടത്തിൽ like I said, the music is a very important part of the film. So I think Krishnamma sir വന്ന് ഈ പടം പറഞ്ഞ ശേഷം I think first choice was നമ്മൾക്ക് അജിനേഷ് വെച്ചിട്ട് ഈ പടത്തിൽ മ്യൂസിക് ചെയ്യണം, കാന്താര എഫക്റ്റ് വേണം. So that was the thing. And Yuva, the cameraman, ഞാൻ 2-3 പടം ചെയ്തിട്ടുണ്ട്. So I knew what Yuva is capable of. ഒരു വെരി ആർട്ടിസ്റ്റിക് പേഴ്സൺ, നല്ലൊരു ക്യാമറമാൻ, വെരി എഫിഷ്യൻറ്റ് ക്യാമറമാൻ, വെരി എക്സ്പെരിമെൻറ്റിങ് ക്യാമറമാൻ. സോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനാണ് യുവ. ആൻഡ് ആർട്ട് ഡയറക്ടർ രഞ്ജിത്ത്. സോ ആൻഡ് സൗണ്ട് ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മിക്സ് ചെയ്തിട്ട് കാണുന്നു വിഷ്ണു ഹിയർ. Fantastic work, really loved it. And editor Rohit. So very ഭയങ്കര ഒരു highly qualified, highly talented technical ടീമാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സോ മുരളി സാർ എഴുതിയ സ്ക്രിപ്റ്റ് വളരെ വാസ്റ്റ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. സോ ദാറ്റ് ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായി സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ്, ഹാറ്റ്സ് ഓഫ് ടു കൃഷ്ണകുമാർ സർ. ഇറ്റ്സ് നോട്ട് ഈസി. വാട്ട് മുരളി സാർ എഴുതുന്നത് കറക്റ്റായി ആ ഫീലിൽ, ആ ഇമോഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മുരളി സാർ എവറി ഡേ ഷൂട്ടിങ് വരും. ഷൂട്ടിങ് വന്നിട്ട് ആ സീൻ അത് എഴുതിയ പോലെ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, അത് ഇമോഷൻ കൺവേർട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക്. ഇപ്പോൾ അവർ മുരളി സാർ ഇല്ലാത്ത സീനിലും വന്ന് ഞാൻ അഭിനയിക്കുമ്പോൾ മുരളി സാർ വന്ന് പറയും, ഇല്ല ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, നീ ഈ റിയാക്ഷൻ കൊടുക്കുക, അങ്ങനെ പറഞ്ഞ്. സോ ആ ഒരു ഇൻവോൾവ്മെന്റ്, ആ ഒരു കെയർ, ആ ഒരു എഴുതിയത് ഇത്ര ദൂരം നമ്മ ഓഡിയൻസിനെ റീച്ച് ആവണമെന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് രണ്ടുപേരും. സോ താങ്ക് യു സർ. ഐ എം റിയലി ബ്ലെസ്ഡ് ഇങ്ങനെ ഒരു പടം ചെയ്യാനുള്ള. എൻ്റെ ക്യാരക്ടറിന് പെർഫോമൻസ് വൈസ് ഐ തിങ്ക് വാട്ട് എവർ ഐ ഡിഡ് കൃഷ്ണ മേഡ് ഇറ്റ് ബെറ്റർ, ലൈക്ക് 3-4 times ഈസിലി. സോ എൻ്റെ മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ട് വളരെ സ്ട്രെയിനസ് ആയ ഷൂട്ടിംഗ് ആയിരുന്നു ഷൂട്ടിംഗ് ടൈമിൽ. ബട്ട് കൃഷ്ണകുമാർ സർ ഇസ് നെവർ ഫെൽറ്റ് സ്ലീപ്പി ഓർ ടയർഡ് ഓർ നത്തിങ്. 24 hours എനർജിയിൽ ഇരിക്കുന്ന ഒരേ ആണ്. ഫുൾ നൈറ്റ് ഷൂട്ട്, രാവിലെ 5 o'clock ലാസ്റ്റ് ഷോട്ടിൽ നമ്മൾ ടയർഡായിട്ട് ഇരിക്കുമ്പോൾ സർ ഇത് 1 more ഇതിൻ്റെ ജസ്റ്റ് ഒരു ബെറ്റർമെന്റ് ഒന്നും കിട്ടണം, നമുക്ക് ഒരു ഷോട്ട് പോകുക. സോ നമ്മൾ പൊതുവെ എല്ലാവരും ഷൂട്ടിംഗ് ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ, എങ്ങനെയാണ് കൃഷ്ണകുമാർ സാറിന് ഇത്രയും എനർജി? സൗത്ത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ആക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ഇത്. ആര്യ സാർ ആണെങ്കിലും സുനിൽ സാർ ആണെങ്കിലും പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പേരെടുത്ത ആക്ടേഴ്സ് ആണെങ്കിലും ഇവരെല്ലാവരെയും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അനന്തൻകാടിലൂടെ എനിക്ക് കിട്ടിയത്.
കുറെ നാളായി സിനിമ റിലീസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഫൈനലി ഓഡിയൻസിലേക്ക് എത്തുവാണ്. ഇങ്ങനത്തെ ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ഓൺ എ ബിഗ് ക്യാൻവാസ്, ഒരു പ്രോപ്പർ എൻ്റർടൈനർ ആണ് ഞങ്ങൾ 25-ാം തീയതി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും, തിയേറ്ററിൽ തന്നെ കാണും എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മെയിൻ ടു ബി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്കൊരു സ്ട്രൈക്ക് ചെയ്തത്. ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമ തരംഗം പ്രൊഡ്യൂസ് ചെയ്തത് വണ്ടർ ബാർ ഫിലിംസും മിനി സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ മിനി സ്റ്റുഡിയോയുടെ കൂടെയുള്ള ഒരു സെക്കൻഡ് അസോസിയേഷനാണ് അനന്തൻകാട്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും 25-ാം തീയതി മുതൽ അനന്തൻകാട് തിയേറ്ററിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Thank you so much, Shanti ma'am. ഞങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കെട്ടിപ്പടുത്ത മോഡേണിറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ സർഫസ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊരു വലിയ വനത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ വന്യത എത്ര തന്നെ ഡെവലപ്മെന്റ് വന്നാലും എത്ര തന്നെ മോഡേണിറ്റി വന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ആ വന്യത ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അനന്തൻകാട്. പിന്നെ ടിയാന് ശേഷം എൻ്റെ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുള്ളതാണ് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു സിനിമ ടിയാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടിയാൻ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, വേദാന്തവും സ്പിരിച്വാലിറ്റിയും. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന് ഒരു വാക്ക് കൊടുത്താണ്, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കഥ ഞാൻ എനിക്ക് തരാം, അതായിരിക്കും നമ്മുടെ സിനിമ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സിനിമ. അതിനുശേഷം ഇപ്പോൾ 8 വർഷത്തിന് ശേഷമാണ് അത് സാധ്യമായത്. ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ്, ഇതിന് വലിയ പ്രൊഡക്ഷൻ വാല്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് തയ്യാറായി വന്ന മിനി സ്റ്റുഡിയോസിലെ വിനോദ് കുമാറിനോട് നന്ദി അറിയിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രവും എന്നെ ഉപയോഗിക്കുന്ന ആര്യ, അപ്പാനി ശരത്, ദേവമോഹൻ, ശാന്തി, നിഖില, ഇന്ദ്രസേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്കാണ്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ 8 സിനിമയായി എന്നാണ് എൻ്റെ കണക്കൂട്ടൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമയാണ്. ഓരോ തവണ ഇന്ദ്രസേട്ടൻ കാണുമ്പോൾ ഒരു എനർജി എനിക്ക് ഇന്ദ്രസേട്ടൻ്റെ കിട്ടാറുണ്ട്. ഇന്ദ്രൻ്റെ ഒരു നൈസർഗികമായ എല്ലാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രസേട്ടനോട് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിലെ ഓരോ കഥാപാത്രത്തിനും തികച്ചും അനുയോജ്യരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആര്യ, ഞാൻ കടവുൾ എന്ന് പറയുന്ന ബാലാസറിന്റെ സിനിമ ഞാൻ കാണുന്ന മോമെന്റ് തൊട്ട് ഈ കഥാപാത്രത്തിന്റെ ആദ്യത്തെ വാക്കുകൾ കടലാസിൽ പതിഞ്ഞ നേരം തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു മുഖമാണ് ഇത്, എൻ്റെ മനസ്സിലുള്ള ഒരു സാധ്യമാണ് ഇത് ആര്യ തന്നെ ചെയ്യണമെന്നുള്ളത്. കാരണം ഹിസ് ഇന്റൻസ് ഐസ്, ദ കൈൻഡ് ഓഫ് ഗ്രാവിറ്റി ദാറ്റ് ഹി ബ്രിങ്സ് ടു ദ ടേബിൾ, ഇതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ വെട്ടിയുടെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഡിയർ സോൾസ്, അപ്പാനി, ദേവ്, എല്ലാവരും ഇതിന് അനുയോജ്യരായിട്ടുള്ള നടിനടന്മാരാണ്. ശാന്തി, ഇതിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശാന്തി ചെയ്യുന്നത്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഉൾപ്പെടെ അത് ശരിയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്യുമ്പോൾ ബാക്കിയായി ചെയ്താൽ എപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ നടന്മാരും ഇതിൽ അഞ്ജലി, സാബു, എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന് സുനിൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സിനിമ അതിൻ്റെ സ്കോറും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്കി എല്ലാ മേഖലകളും കൂടെ ഒത്തൊരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ എൻ്റെ സിനിമാറ്റോഗ്രാഫറായ യുവ,
സൗണ്ട് ഡിസൈനേഴ്സ് ആയ വിഷ്ണു, അരുൺ, പിന്നെ അജ്നേഷ്. സ്കോർ ആണ് ഒരു സിനിമയുടെ പാരലൽ നറേറ്റീവ്, സെക്കൻഡ് നറേറ്റീവ് എന്ന് പറയുന്നത്. സ്കോർ ഫെയിൽ ചെയ്ത സ്കോറിന് ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എപ്പോഴും.